ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണീന്ന. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരക്ക് വെച്ചല്ലേ. ഞാൻ വരട്ടെ. അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും സാർ. ശരി സാർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കാണിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എവിടെ അവന്മാര്? ശരിയാക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഇവിടെ മാറ്. സാർ, ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബന്നി. സിറ്റ് സിറ്റ്. താങ്ക് യു സാർ. വാട്ട്സ് ദ മാറ്റർ? സർ, സാർ, അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സർ, അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സർ, സർ, ഈ മാരേജ് നടന്നുകൂടാ സർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സർ. ഞാൻ പ്രേമിക്കില്ല സർ. പ്ലീസ് പ്രോമിസ് സർ. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ഷിറ്റ് ഷിറ്റ്. ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണി ആക്കൂടാ ഞാൻ. എന്നാ നീയോ? ഷിറ്റ് ഷിറ്റ്. ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സാർ. സാർ, അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കും. നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ, ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി, ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ. ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി, അങ്ങനെ പറയൂ. ഓക്കെ സാർ.
യെസ് സാർ യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഗംഭീരടി സാർ രണ്ടുപേരും സ്പോട്ടിൽ What? തീർന്നു പോയി സാർ സാർ പെട്ടെന്ന് വരണം എന്തെങ്കിലും ചെയ്യണം Why, man? ഹലോ ഹലോ സാർ വേഗം വരണം I'm സാർ coming. വേഗം വേഗം I'm വരണം നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്ബിയാണെന്നാ പറഞ്ഞത്. ഇവനോ? ഏയ്, ഏയ്, നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞോ? ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. വാട്ട്? നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെന്റലേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല. പ്ലീസ്, അല്ലെങ്കിൽ Damn it. DCP എന്നെ ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്ക്. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയൂ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ആരോടാ സാറിനോട് പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. 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 ഞാൻ ജെന്റിൽമാനെ അല്ല. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. സാറിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? ഹ്, എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ? അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെ വെക്കോ. മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ? എടി സാവിത്രി, നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേടി? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ സാർ? ഇവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല സാർ. ഇത്ര കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമാണ് സാർ, മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ്. എന്താണ് സാർ? സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയാണ്. ഇതാരുടെ അടി? നിന്റെ ഫോണായിട്ടാണോ ഇവിടെ അറിയത്തില്ല എന്ന് പറഞ്ഞത്? മിണ്ടിപ്പോരുത്. കോൺസ്റ്റബിൾ, ഈ സ്ത്രീ എന്നെ ശരിക്കും ചതിച്ചു. പുതിയ ആളായതുകൊണ്ടാണ്. അരമണിക്കൂറിന്റെ കേസല്ലേ ഉള്ളൂ. അത് ശരിയാ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സർ. കോൺവെക്കേഷൻ ആണ് ഞാൻ വരുന്നത് സർ. പ്ലീസ്
കോൺവെക്കേഷനോ? ഏത് ലോഡ്ജ് അത്? ഒറ്റ രാത്രിക്ക് എത്രയാ നിന്റെ റേറ്റ്? കല്യാണം കഴിഞ്ഞോന്നോ? അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ബ്രോക്കർ. ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യടി? പറയ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല. ഇവളുമാരുടെ ഫോട്ടോ എടുത്ത് എല്ലാ പത്രങ്ങളിലും കൊടുത്തേക്ക്. ബണ്ണി ഇറങ്ങി വാടാ. എന്താടാ? മധു ഫോൺ ചെയ്തിരുന്നു, നീ പോവാൻ വരട്ടെ. മധു ഫോൺ ചെയ്തു? അവള് വല്ലാത്ത ഫീലിംഗിലായിരുന്നാ. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലും ഫോൺ ചെയ്ത് പറയണോ? വിളിച്ചു. മധു എന്തു പറ്റി? മധു മധു എന്തു പറ്റി? മധു മധു നീ എവിടെയാ? പോലീസ് സ്റ്റേഷനിൽ. നിന്റെ അച്ഛനോടും ഭർത്താവിനോടും ചോദിക്ക്. നീ എന്റെ മോൾ അറസ്റ്റ് ചെയ്യാറായടാ. ഇപ്പൊ എങ്ങനുണ്ടടാ? ടൈമാടാ, ടൈം. ദേ കണ്ടില്ലേ നിന്റെ മോള് കിടക്കുന്നു, വ്യഭിചാര കുറ്റത്തിനകത്ത് കിടക്കുന്നത്. എടുത്തടാ. എടുത്തു സാർ. എന്റെ ദേഹത്ത് നീ കൈവെക്കലാടാ. നാളെ നേരം വെളുത്താൻ നിന്റെ ശവം പോലും ഞാൻ വെച്ചേക്കില്ല. അത് നാളെയല്ലേ? എന്നാൽ ഇന്ന് തന്നെ വ്യഭിചാര കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന പത്രത്തിൽ വരും. ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ 4 ലക്ഷത്തിൽ പര വോട്ടും എല്ലാം ഫിനിഷ്. സാർ ഇവള് മുഖം മറച്ചു പിടിക്കുന്നു. ഏയ് വിട്ടേക്കടാ. ഇല്ലടാ, നീ അത്ര ഈസി ആയി ചാകരുത്. അപമാനം കൊണ്ട് നീറി നരകിച്ച് ചാകണം. വാടാ, വാ, കാണ, നീ കാണ, നോക്ക്, നോക്കടാ നിന്റെ ഭാര്യ. നിന്റെ ഭാര്യയെ റെയ്ഡിൽ പിടിച്ചതാടാ. നിന്റെ ഭാര്യ ഒരു വേശ്യ.